സങ്കീർത്തനം 62 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കുവാൻ നിങ്ങൾ എത്രനാൾ ഒരുമ്പിടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരം കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്കും ഉലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്ന് ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചോർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്തു വർദ്ധിച്ചാൽ അതിൽ മനസ്സു വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളിച്ചെയ്തു, 2 പ്രാവശ്യം ഞാൻ അത് കേട്ടു. ശക്തി ദൈവത്തിൻ്റേതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ അനന്തമായ പരിപാലനയും സങ്കേതവും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിപാലനയും ശക്തിയും അങ്ങയുടെ ഞങ്ങൾക്കുള്ള മറുപടിയും അങ്ങ് വചനത്തിലൂടെ തരുന്നുള്ളൂ. അങ്ങാണ് ജീവൻ്റെ വചനമാണല്ലോ ഈശോയെ. അങ്ങയുടെ ജീവനാളിയാണ് ഈ വചനം. ആ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നാഥ, വിശ്വസിക്കുന്നു. അങ്ങയുടെ അനന്തമായ പരിപാലന ഇത്ര വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞത് അങ്ങ് വചനത്തിലൂടെ സംസാരിച്ചല്ലോ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളിന്നും അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. പിതാവേ, ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആയുസ്സും ആരോഗ്യം തന്നതിന് കോടാനുകൂടി നന്ദി പറയുന്നു. അങ്ങയുടെ അനന്ത പരിപാലനയ്ക്ക് സ്തോത്രം. ആമേൻ.